എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ബിറ്റ്കോയിൻ കമ്പനിയുടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള 3 ഷെയറുകൾ തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഇപ്പോൾ നമ്മൾ നിലവിൽ മൈക്രോ സ്ട്രാറ്റജി എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ 2 ഷെയർ കാണാൻ സാധിക്കും. ഇപ്പോൾ MSTR എന്നുള്ള കോമൺ സ്റ്റോക്കും കാണും, അതേപോലെ തന്നെ STRK എന്നുള്ള സ്ട്രൈക്ക് പ്രിഫറൻഷ്യൽ ഷെയറും കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുകയാണെന്നുണ്ടെങ്കിൽ STRF എന്നുള്ള വേറെ ഒരു ഷെയറും കൂടി കാണാൻ സാധിക്കും. അപ്പോൾ പല ആളുകളും കൺഫ്യൂസ് ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഈ 3 ഷെയറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ 3 ഷെയറുകൾ ഉള്ളത്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സിനുള്ളതാണ്, ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് കൂടുതൽ റിട്ടേൺ കിട്ടുക, ഏത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് കൂടുതൽ റിസ്ക്കി ആയിട്ടുള്ളത്, ലെസ് റിസ്ക്കി ആയിട്ടുള്ളത്, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസസും അതേപോലുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് എന്ന് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ എന്താണ് മൈക്രോ സ്ട്രാറ്റജി? മൈക്രോ സ്ട്രാറ്റജി ലോകത്ത് ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ കമ്പനിയാണ്. ഈ ഒരു ബിറ്റ്കോയിൻ കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മൈക്രോ സ്ട്രാറ്റജി ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത്, എന്തിനാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത്, എങ്ങനെയാണ് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നതിലൂടെ അവർ ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സിന് ലോങ് ടേം വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, മൈക്രോ സ്ട്രാറ്റജിയിൽ ഉള്ള കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ബെനിഫിറ്റ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നേ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും കാണാൻ ശ്രമിക്കുക. മൈക്രോ സ്ട്രാറ്റജിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി. മൈക്രോ സ്ട്രാറ്റജി ഒരു ടെക്നോളജി കമ്പനിയാണ്. ഇപ്പോൾ നിലവിൽ 4,99,226 ബിറ്റ്കോയിൻ ആണ് അവരുടെ കയ്യിലുള്ളത്. ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങിയ മുതൽക്ക്, അതായത് ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡ് എറ എന്നാണ് മൈക്രോ സ്ട്രാറ്റജി പറയുന്നത്. അതായത് ഓഗസ്റ്റ് 10 തീയതി 2020 മുതൽക്ക് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് 2315% മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഇതേ ഒരു പീരീഡ് നമ്മൾ ബിറ്റ്കോയിൻ്റെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഏകദേശം ഒരു 600% ആണ് ബിറ്റ്കോയിൻ ഇതേ ഒരു പീരീഡിൽ മുകളിലോട്ട് പോയിട്ടുള്ളത്. സോ ഇത് കാരണം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് മൈക്രോ സ്ട്രാറ്റജി വളരെ അഗ്രസീവായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ, അതായത് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് എമൗണ്ട് മൈക്രോ സ്ട്രാറ്റജിയിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു 10% കൂടുമ്പോൾ ഒരു 20 to 30% മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള ഒരു ഷെയറാണ് മൈക്രോ സ്ട്രാറ്റജി. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് ഹയർ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് മൈക്രോ സ്ട്രാറ്റജി. സോ ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ഫൈനാൻഷ്യൽ ഡേറ്റ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ strategy.com അവൈലബിൾ ആണ്. അവരിപ്പോൾ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ എത്ര എമൗണ്ട് ആണ്, അവർ റൈസ് ചെയ്തിരിക്കുന്ന ഡെറ്റ് എത്രയാണ്, അതേപോലെ തന്നെ അവർ ഓപ്ഷൻസിൻ്റെ പ്രൈസ് ആണ് എന്നുണ്ടെങ്കിലും, അവർ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും, അതിൻ്റെ ടൈം ലൈൻ ആണ് എന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിലവിൽ ഉള്ള MNAV റേഷ്യോ ആണ് എന്നുണ്ടെങ്കിലും, എത്ര ഡെറ്റ് അവർക്കുണ്ട്, അവരുടെ നിലവിലുള്ള ബിറ്റ്കോയിൻ ഹോൾഡിങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡെറ്റ് അവരെടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ കാണാൻ സാധിക്കും. സോ എന്താണ് ഈ 3 സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം. സോ ഇപ്പോൾ നിലവിൽ MSTRും STRKയും എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 സ്റ്റോക്കും എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ STRF വളരെ വൈകാതെ തന്നെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആവും. നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ STRFും ട്രേഡ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഇന്നാണ് അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുള്ളത്. $722.5 million അവർ റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയാൽ വളരെ വൈകാതെ തന്നെ ഇനി STRFും എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. സോ ഈ 3 ഷെയറും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. MSTR എന്ന് പറയുന്നത് മൈക്രോ സ്ട്രാറ്റജിയുടെ കോമൺ സ്റ്റോക്കാണ്, ഇക്വിറ്റി ഷെയർ ആണ്. അപ്പോൾ ഒരു MSTR എന്നുള്ള ഇക്വിറ്റി ഷെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറുകയാണ് ചെയ്യുന്നത്, അതായത് കോമൺ സ്റ്റോക്ക് ഹോൾഡറാണ്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് അപ്സൈഡ് പൊട്ടൻഷ്യലും അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡൗൺ സൈഡ് റിസ്ക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് MSTR എന്നുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പനിയിലെ അസറ്റ്സിലും മറ്റും എല്ലാത്തിലും ഒരു ഓണർഷിപ്പ് ഉണ്ട്.
അതേപോലെ തന്നെ നമുക്ക് ആ ഒരു കമ്പനി എത്രമാത്രം മുകളിലോട്ട് പോയാലും അതിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നമുക്കായിരിക്കും. ഇനിയിപ്പോൾ എത്രമാത്രം താഴോട്ടാണ് പോകുന്നത് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും നമ്മൾ കോമൺ സ്റ്റോക്ക് ഹോൾഡർ, ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു 10-15% മുകളിലോട്ട് പോകുമ്പോഴേക്കും MSTR എന്നുള്ള ഷെയർ ഒരു 10-50% മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഭയങ്കര വൊളട്ടൈലിറ്റി ഉള്ള ഒരു ഷെയർ ആണ് MSTR. ഈ 3 ഷെയറുകളിലും ഏറ്റവും കൂടുതൽ വൊളട്ടൈലിറ്റി ഉള്ളത്, അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതും ഏറ്റവും കൂടുതൽ വൊളട്ടാലിറ്റി ഉള്ളതും MSTR ആണ്. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിക്ക്, ഈ ഒരു ഷെയർ ഹോൾഡറിന്, മൈക്രോ സ്ട്രാറ്റജി എന്നുള്ളൊരു കമ്പനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു MSTR എന്നുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം, കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കമ്പനി ഭാവിയിൽ അനൗൺസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഫിക്സഡ് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഭാവിയിൽ ഡിവിഡൻഡ് കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ്, നമ്മൾ ആ ഒരു കമ്പനിയുടെ ഓണറാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അപ്സൈഡ് പൊട്ടൻഷ്യലും നമുക്കായിരിക്കും, അതിൻ്റെ റിസ്ക് ആണെന്നുണ്ടെങ്കിലും നമുക്കായിരിക്കും, വളരെ വോളട്ടൈലായിരിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഉള്ള ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ എന്തെങ്കിലും വോട്ടിങ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ വോട്ടിങ്ങിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി ഭാവിയിൽ ഈ ഒരു കമ്പനി എന്തെങ്കിലും വല്ല പ്രൊപ്പോസലോ കാര്യങ്ങളോ കൊണ്ടുവരികയാണ്, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനൊരു പബ്ലിക് വോട്ടിംഗ് വേണം. മെജോറിറ്റി ഷെയർ ഹോൾഡർ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് വോട്ടിംഗ് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ബാക്കിയുള്ള ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് തിരിച്ചു കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ക്യാഷായിട്ട് വാങ്ങിക്കാനോ അത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ, ഒരു കൺവേർഷൻ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് റിസ്ക്കും നമുക്കാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പനി നാളെ ബാങ്ക്രപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബാങ്ക്രപ്സി കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് ഈ ഒരു കമ്പനി നാളെ പൂട്ടി പോവുകയാണ്, കമ്പനി ലിക്വിഡേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഇപ്പോൾ ഈ ഒരു കമ്പനിക്ക് വല്ല കടങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്ത് വീട്ടിയിട്ട് ബാക്കിയുള്ള ക്യാഷ് ആയിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത് സെറ്റിൽ ചെയ്യുക. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കോമൺ സ്റ്റോക്ക് MSTR എന്നുള്ള കോമൺ സ്റ്റോക്കിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി എന്താണ് STRK? STRK എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻകം പ്രിഫേർഡ് സ്റ്റോക്കാണ്. അപ്പോൾ ഈ കോമൺ സ്റ്റോക്കിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു പ്രിഫറൻഷ്യൽ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് എക്സ്ട്രാ കുറച്ച് പ്രിവിലേജ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ടുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത്, ഈ ഒരു കമ്പനിയുടെ STRK എന്നുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി എന്തായാലും ഫിക്സഡ് ആയിട്ട് 8% ഡിവിഡൻഡ് കമ്പനി കൊടുക്കും. അതായത് ഈ ഒരു കമ്പനിയുടെ ഈ STRK എന്നുള്ള ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് $80 പെർ ഷെയറിനാണ് സെല്ല് ചെയ്തത്. പക്ഷേ സെല്ല് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് $100. അതായത് $100 ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് സെല്ല് ചെയ്തിരിക്കുന്നത് $80, 20% ഡിസ്കൗണ്ടിലാണ്. പക്ഷേ നമുക്ക് ഡിവിഡൻഡ് കിട്ടുമ്പോൾ $100 കിട്ടും. ഇനിയിപ്പോൾ ആ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ഈ സ്റ്റോക്ക് ബൈബാക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് $100 തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഈ ഒരു $100 ഗ്യാരണ്ടീഡ് ആണ്, അത് എവിടെയും പോകുന്നില്ല, നമുക്കത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എക്സ്ചേഞ്ചിൽ ചിലപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കുറഞ്ഞും കൂടിയും ഇരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിൻ്റെ യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത് $100 ആണ്. ഇൻ കേസ് നാളെ ഈ ഒരു സ്റ്റോക്ക് കമ്പനി ബൈബാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും $100 കിട്ടും. അതിനോടൊപ്പം തന്നെ എല്ലാ വർഷവും 8% ഡിവിഡൻഡ് കിട്ടും, എല്ലാ ക്വാർട്ടറിലും ഡിവിഡൻഡ് കിട്ടും. ഈ ഒരു 8% ഡിവിഡൻഡ് പെർ ഇയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു $1000 വർത്ത് ഓഫ് STRK വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ STRK വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെർ ഇയർ നിങ്ങൾക്ക് 8000 രൂപ ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടും. അത് എയ്തർ ചിലപ്പോൾ ക്യാഷായിട്ട് കിട്ടും അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. സോ ഫിക്സഡ് ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഫിക്സഡ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് STRK. അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ഇവിടെ ബിറ്റ്കോയിൻ അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൊളട്ടാലിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ STRKയുടെ വാല്യൂ എന്ന് പറയുന്നത് $83 ആണ് അല്ലേ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $81. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ $81 കൊടുത്ത് വാങ്ങിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 83 തന്നെയാണ്.
അപ്പോൾ വലിയ രീതിയിൽ മുകളിലോട്ട് പോവില്ല. എന്നാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോയാലും MSTRൻ്റെ പ്രൈസ് താഴോട്ട് പോയാലും വലിയ രീതിയിൽ ഡൗൺ സൈഡ് റിസ്ക് നമുക്ക് കുറവാണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണം ലോങ് ടേമിൽ, എന്നാൽ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് STRK. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് പ്രിഫറൻഷ്യൽ സ്റ്റോക്ക് ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വോട്ടിംഗ് റൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമുക്കിവിടെ പ്രിഫറൻസ് ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കാര്യത്തിൽ എന്തെങ്കിലും വോട്ടിംഗ് പബ്ലിക് വോട്ടിങ്ങോ കാര്യമോ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റോക്ക് ഹോൾഡേഴ്സിന് പറ്റില്ല. അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ഒരു ഫീച്ചർ ഉള്ളത്, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഭാവിയിൽ MSTR ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു കൺവേർഷൻ ഫീച്ചർ ഉണ്ട്. അതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $1000. അതായത് നമുക്ക് ഒരു 10 സ്റ്റോക്ക് STRK വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് എപ്പോൾ വേണം എന്നുണ്ടെങ്കിലും MSTRൻ്റെ ഒരു സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് STRK നമുക്ക് 10 STRK ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു MSTRലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്? അതായത് നമുക്ക് മാക്സിമം ഇപ്പോൾ നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് MSTRൻ്റെ വാല്യൂ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒരു പരിധി വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ഈ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നതിലൂടെ സാധിക്കും. നമുക്ക് ഡൗൺ സൈഡ് റിസ്ക്കും കുറവായിരിക്കും, എന്നാൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ, ഒരു ആവറേജ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് STRK. ഇതിൻ്റെ കൺവേർഷൻ ഫീച്ചർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണ്? $83. അപ്പോൾ 10 സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചിലവാക്കേണ്ടത്, ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് $830 അല്ലേ. അപ്പോൾ $830 കൊടുത്താൽ നമുക്ക് 10 STRK കിട്ടും. ഈ 10 STRK കൊടുത്താൽ നമുക്ക് ഒരു MSTR കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ 10 STRK നമ്മൾ MSTRുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ് അല്ലേ. കാരണം നമ്മൾ $830 കൊടുത്തിട്ട് 10 STRK വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു MSTRലോട്ട് കൺവേർട്ട് ചെയ്താൽ ഒരു MSTRൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? $298 അത് നമുക്കിപ്പോൾ നഷ്ടമാണ്. പക്ഷേ ഭാവിയിൽ ഇത് ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആവും. കാരണം എന്താണ്? ഇപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ MSTR ഭാവിയിൽ മുകളിലോട്ട് എന്തായാലും പോകും എന്നറിയാം. പക്ഷേ താഴോട്ട് പോകുമ്പോൾ ആ ഒരു റിസ്ക് നമുക്ക് എടുക്കാൻ വളരെ ഒരു പ്രോബ്ലം ഉള്ള ആളുകളുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു STRK ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസിന് ഇപ്പോൾ നാളെ മൈക്രോ സ്ട്രാറ്റജിയുടെ MSTR എന്നുള്ള സ്റ്റോക്ക് ഒരു $1500 പോയി എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഓക്കെ, ഞാൻ അന്ന് 10 STRK വാങ്ങിക്കുന്നതിന് പകരം ഒരു MSTR വാങ്ങിച്ചിരുന്നുവെങ്കിൽ ഇന്ന് $1500 എത്തി എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല STRK വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം നിങ്ങൾ 10 STRK വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ മൈക്രോ സ്ട്രാറ്റജി ഒരു $1500 എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ STRKൻ്റെ പ്രൈസ് ചിലപ്പോൾ ഒരു $100 $110 ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 10 STRK വളരെ ഈസി ആയിട്ട് MSTRലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു 10 സ്റ്റോക്ക് കൊടുത്താൽ ഒരു MSTR കിട്ടും. അപ്പോൾ ഈ ഒരു MSTR നിങ്ങൾ മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു $1500 സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് വളരെ ഈസി ആയിട്ട് STRKയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഭാവിയിൽ മൈക്രോ സ്ട്രാറ്റജി വളരെ വലിയ രീതിയിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലിക്വിഡേഷൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതൊരു പ്രിഫറൻഷ്യൽ ഷെയർ ആയത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ലിക്വിഡേഷൻ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ ഒരു കമ്പനി ബാങ്ക്രപ്റ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പേ ചെയ്യുന്നത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അതായത് നമ്മൾ ഈ ഒരു കൊടുത്തിട്ടുള്ള $100 ഇപ്പോൾ നമ്മൾ 10 സ്റ്റോക്ക് വാങ്ങിച്ച് ഇപ്പോൾ $830 കൊടുത്തിട്ട് 10 സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു $1000 നമുക്ക് തന്നിട്ടായിരിക്കും ബാക്കിയുള്ള ആളുകളെ സെറ്റിൽ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് MSTR പോലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെല്ലാം സെറ്റിൽ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് തന്നിട്ടായിരിക്കും. അതാണ് ഈ ഒരു STRKൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി ഇതേ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് STRFനുള്ളത്. പക്ഷേ ഇവിടെ ഒരു കൺവേർട്ടബിലിറ്റി ഇവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡിവിഡൻഡ് ഒരു ഹൈ ഡിവിഡൻ്റാണ്, 10% ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു STRFൻ്റെ ഇന്നാണ് അവർ പ്രൈസിങ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 85 ഇന്നാണ് അവരുടെ ഇപ്പോൾ $722.5 മില്യൺ അവർ റൈസ് ചെയ്തിട്ടുള്ളത്. അതിലവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രൈസ് നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $85 ആണ്. അതായത് $850 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 STRF കിട്ടും. അതിന് നമുക്ക് ഇയർലി 10% ഡിവിഡൻഡ് കിട്ടും. അത് മാത്രമല്ല ഇവിടെ നമുക്ക് ഫിക്സഡ് ഡിവിഡൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ
10% ഫിക്സഡ് ഡിവിഡൻ്റ് ആണ്. ഇനി ഇൻ കേസ് മൈക്രോ സ്ട്രാറ്റജി ഡിവിഡൻറ്റ് തരാൻ ലേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റും അവർ തരും. ഓക്കെ, അപ് ടു 18% വരെ ഫിക്സഡ് ആയിട്ട് ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ STRF ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ട് എന്തായാലും ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു വർഷം നിങ്ങൾക്ക് 10,000 രൂപ ഡിവിഡൻറ്റ് മാത്രമായിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇതൊരു ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ വോളറ്റാലിറ്റി കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിരിക്കും. ഡൗൺ സൈഡ് റിസ്ക് വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് STRF. സോ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് STRK ആണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. കാരണം നമുക്ക് ഇവിടെ കൺവേർട്ടബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു STRK വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ MSTRൻ്റെ സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ MSTRൻ്റെ ഷെയറിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഹോൾഡ് ചെയ്യുന്ന എല്ലാ വർഷവും നമുക്ക് 8% ഡിവിഡൻറ്റ് കിട്ടും. ഈ 8% ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കാരണം 8% ഡിവിഡൻറ്റ് ഡോളർ ടേംസിൽ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടുകളിൽ തന്നെ കഴിഞ്ഞൊരു 10 വർഷത്തെ ആവറേജ് റിട്ടേൺ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ 12% ആണ്. പക്ഷേ 8% ഡോളർ ടേംസിൽ നമുക്ക് റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു INR ഡിപ്രീസിയേഷനൊക്കെ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്ററാണ് ഇത്തരത്തിലുള്ള ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള STRK പോലുള്ള ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസും അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സും ഈ ഒരു 3 സ്റ്റോക്സിൻ്റെ. സോ ഏതൊക്കെ സ്റ്റോക്സ് ഏതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ MSTR എന്ന് പറയുന്നത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ STRK ആണെന്നുണ്ടെങ്കിലും STRF ആണെന്നുണ്ടെങ്കിലും വലിയ വലിയ പെൻഷൻ ഫണ്ടുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഡൗൺ സൈഡ് റിസ്ക് ക്യാപ്ഡ് ആയിട്ടുള്ള എന്നാൽ ഒരു ഫിക്സഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് STRK STRF എന്ന് പറയുന്ന ഈ 2 ഷെയറുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളുടെ മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.